അപ്പൊ സ്ലഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പറഞ്ഞു കൊടുക്കൂ. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് 2 ദിവസമായി നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടല്ലേ. 2 ദിവസമായിട്ട് നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ഒത്തിരി പേരുണ്ടല്ലോ. അപ്പൊ അവരോട് നമ്മൾ അതിന്റെ റീസൺ പറയണം എന്നുള്ളതാണ് കറക്റ്റ്. അപ്പം 2 ദിവസമായിട്ട് നമ്മളെ മിസ് ചെയ്തിട്ടുള്ളവരൊക്കെ ഒന്ന് പറയണേ. കാരണം ഒത്തിരി പേര് നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ഇത്രയും പിന്നെ ഇത്രയും കടമ്പയൊക്കെ കടന്ന് ഇവിടം വരെ എത്തിയിട്ടുള്ളത്. ഒരാളെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യമാണ്. അപ്പൊ അവരോട് നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് വീഡിയോ ഇടാൻ പറ്റാത്തതിനുള്ള കാരണം പറയണം എന്നുള്ളത് നമുക്ക് ഒരു ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ വലിച്ചു നീട്ടി സംസാരിക്കുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാച്ചു നമുക്ക് വീഡിയോ ഇടാൻ പറ്റാണ്ടായി പോയേ? നമുക്ക് യൂട്യൂബ് ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, വൈറ്റി സ്റ്റുഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഉമ്മാന്റെ ഗൂഗിൾ പേ വരെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു മൊത്തം അക്കൗണ്ടും പോയിട്ടുണ്ടാവും, ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആണോന്ന്. അപ്പൊ ഉമ്മക്ക് ഇന്നാണ് നമുക്കിത് ശരിയായി കിട്ടിയത്. അപ്പൊ ഉമ്മ ഫസ്റ്റ് തരുന്നതോടൊക്കെ അറിയാനൊക്കെ തുടങ്ങി. കാരണം അത്രയും നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത്രയും 800ന്റെ മുകളിൽ നമുക്ക് ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ആക്കാൻ പറ്റുന്ന അത്രയും നമ്മൾ കഷ്ടപ്പെട്ടിട്ട് എങ്ങനെയെല്ലാം ആക്കിയെടുത്തതാണ്. ഒരൊറ്റ അടിക്ക് പോവാന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ ടെൻഷൻ വേറെ. ശരിക്കും ഉറങ്ങാൻ വരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 2 ദിവസം മുമ്പേ എല്ലാം സെറ്റാക്കി വീഡിയോ ഒക്കെ എഡിറ്റ് ഒക്കെ ചെയ്ത് വെച്ചു. പിറ്റേ ദിവസം ഞാൻ അലാറം വെക്കാറുണ്ടായിരുന്നു വീഡിയോ ഇടേണ്ട ടൈം. ചിലപ്പോ ഞാൻ പണി ഒക്കെ എടുക്കുന്ന സമയത്ത് എനിക്ക് വിട്ടുപോകും വീഡിയോ ഇടാൻ വേണ്ടിട്ട്. ചിലപ്പോ ഉച്ചക്ക് ഇടേണ്ട വ്ളോഗൊക്കെ 3 മണിക്കായിരിക്കും ഇടുന്നുണ്ടാവും. സമയത്ത് അങ്ങനെ അബദ്ധം പറ്റാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ടൈം കൃത്യമായി പാലിക്കാൻ വേണ്ടി അലാറം ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ പതിവ് പോലെ അലാറം അടിച്ചു. അലാറം അടിച്ചിട്ട് ഞാൻ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് വൈറ്റി സ്റ്റുഡിയോ കയറി നോക്കുമ്പോ എനിക്ക് ഓപ്പൺ ആയിട്ട് വരുന്നേ ഇല്ല കേട്ടോ. അപ്പൊ ഞാന് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ തിരിച്ചു വരുമ്പോ ഉമ്മ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഉമ്മ ടൗണിൽ പോയിട്ടുണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അറിയില്ലായിരുന്നു സംഭവം എന്താന്നുള്ളത്. ഈ സംഭവത്തിനെ പോകുന്നതെന്നല്ല ഞാൻ വിചാരിച്ചത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്നെ വിളിച്ചപ്പോ പറഞ്ഞു, നീ രാവിലെ യൂട്യൂബ് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, ഇന്നലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല. അപ്പൊ അവര് ഉമ്മ പറഞ്ഞു യൂട്യൂബ് എടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഇങ്ങനെ. അപ്പൊ തൊട്ട് എന്റെ മൂഡ് മൊത്തം പോയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മള് ഇത്രയും കഷ്ടപ്പെട്ട് ഒരു വർഷത്തോളായി നമ്മള് വീഡിയോ ഏകദേശം ചെയ്ത് വരുന്നു. അപ്പൊ അത്രയും വീഡിയോസും അതിന്റെ അവിടെ ഉണ്ട്. പിന്നെ നിങ്ങള് പ്രേക്ഷകരും നമ്മുടെ കൂടെ ഒന്നിച്ചുണ്ടായിരുന്നവരെല്ലാം ഒറ്റയടിക്ക് പോയല്ലോ എന്നുള്ള ഒരു മനസ്സിന്റെ ഒരു വിഷമം അത് പറഞ്ഞറിയിക്കാൻ പറ്റിയല്ല. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. പിന്നെ ഞാൻ എന്തൊക്കെയോ ഞാൻ ചിന്തിച്ചു പോയി, ഹാക്ക് ചെയ്തോ, എന്തായി പോയേ, എന്റെ മെയിൽ ഐ ഡി എടുക്കാനേ പറ്റുന്നില്ല. അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മള് സിമ്മ് ഒരു ഫോണിൽ നിന്ന് ഒരു ഫോണിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ പറ്റാറില്ല. സാധാരണ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ ഇതിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണിന്, എഡിറ്റ് ചെയ്യാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണിന് ചെറിയൊരു സ്റ്റെക്കും കാര്യങ്ങളൊക്കെ വന്നിട്ട് അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ചെയ്യാൻ വേണ്ടി. പിന്നെ ഉമ്മാന്റെ ഫോണിലാണ് എഡിറ്റ് ചെയ്യുന്നത്. അതെ. അപ്പൊ എപ്പോഴും നമുക്ക് ഒരു ഫോണും കൊണ്ട് അത് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് ഫോൺ ചേഞ്ച് ചെയ്ത് രാത്രി എല്ലാം ശരിയാക്കി വെച്ചതാട്ടോ. രാവിലെയാണ് നോക്കുമ്പം. കാരണം അപ്പൊ മക്കളും ഇല്ല, ഉപ്പയില്ല, ആരും ഇല്ല. 3 പേരും 3 സ്ഥലത്ത്. ഒരാള് ഡ്യൂട്ടി സ്ഥലത്താ ഉള്ളത്, ബാക്കി 2 പേരും 2 വഴിക്ക് പോയി. ഒരാള് ഉപ്പ പണിക്കും പോയി. പിന്നെ ആരുമില്ല. അപ്പൊ ഫസ്റ്റ് ഒരാണ് ചോദിച്ചത് ചാനൽ എവിടെയെന്ന്. അപ്പൊ ഉമ്മക്ക് അത് തിരിയുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഉമ്മ എടുത്ത് നോക്കിയപ്പോഴാണ്, എന്നിട്ട് ഉമ്മ കൊണ്ടുപോയിട്ട് ഇന്ന കാര്യം വോയിസ് അയച്ചിട്ട് ഇതാക്കി കൊടുത്തു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ 10:30 ചിലപ്പോ നെറ്റിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും എന്ന് വിചാരിച്ചോണ്ടിരുന്നു. ഒരു 12 മണി കഴിഞ്ഞിട്ട് നോക്കിയിട്ടാകുന്നില്ല. പിന്നെ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് പോയി. അവനാട്ടോ 2 ദിവസമായിട്ട് പാവം ഒരുപാട് കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കണം. പക്ഷെ അവനെ ശരിക്കും പറഞ്ഞ എന്റെ വിഷമം കാണുമ്പോ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. എന്നെ കൊണ്ട് ചെയ്ത് തരാനും പറ്റൂല എന്നൊന്നും പറഞ്ഞില്ല കേട്ടോ. അത്രയും നമ്മുടെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് കൂടെ നിന്നു. ആ ആളാണ് ഇന്ന് നമ്മളെ ചാനലൊക്കെ തിരിച്ചെടുത്ത് തന്നു. അതുകൊണ്ട് നമുക്ക് അവന് വേണ്ടിയിട്ട് ദുആ ചെയ്യാന്നുള്ള അല്ലാണ്ട് വേറെ ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റൂല. ഒരു സഹായവും സ്വീകരിക്കൂല. അങ്ങനത്തെ ഒരു മനസ്സിന്റെ ഉടമയാണ്. അപ്പൊ
അതേ പറഞ്ഞു, നമ്മുടെ കൂടെ ചെറിയ കാര്യത്തിന് ഇത് തുടങ്ങി വെച്ച ആള് കൂടെ ഇല്ല. അവള് ഡ്യൂട്ടി ആയിട്ട് തലശ്ശേരിയിലാണുള്ളത്. അപ്പൊ നമുക്ക് പിന്നെ അവിടെ പോയാന് ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതാണ്. പിന്നെ ആ ടെൻഷന്റെ വെപ്രാളത്തിന്റെ ഇടയ്ക്ക് എന്നാ ചെയ്യണ്ടേന്നൊന്നും തിരിയൂല. അപ്പൊ ഞാൻ വിചാരിച്ചത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോർമലി ആയിട്ട് ശരിയായിട്ട് വരുമെന്ന് വിചാരിച്ചു. വന്നില്ല. എന്നിട്ട് എന്നോട് ചോദിച്ചു ചാനൽ എവിടെ, കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചാനൽ രാവിലെ 10:30 നോക്കി, കാണുന്നുണ്ടായിരുന്നില്ല, ഇങ്ങനെയാന്നുള്ള റീസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ മുതൽ ഞാൻ ഇതിന്റെ ബാക്കിൽ ശരിക്കും പറഞ്ഞ ഉറങ്ങിയിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നമ്മുടെ ആ ഒരു വർഷത്തോളായിട്ടുള്ള പലതരം ബുദ്ധിമുട്ടുകൾ ഞാൻ മുമ്പേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് അത് നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഇടുന്ന എല്ലാവർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരുപാട് പിന്നെ എന്താ പറയാ, ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞ കുഞ്ഞൊരു വീഡിയോ ആയിട്ടാണെങ്കിലും നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. അപ്പൊ അതിൻ്റെതായ കഷ്ടപ്പാടുണ്ടല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഇപ്പൊ എല്ലാം ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. മനസ്സിന് സമാധാനവും കിട്ടി. അപ്പൊ എന്തായാലും നമ്മൾ വരും ദിവസങ്ങളിൽ പിന്നെ നല്ല നല്ല കണ്ടന്റുമായിട്ട് നിങ്ങളുടെ ഇടയിലേക്ക് വരുന്നതായിരിക്കും. മൂത്താളടുത്ത് ഞാൻ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ചാനലൊക്കെ കിട്ടി. അപ്പൊ പറഞ്ഞത് നമ്മള് ആദ്യമൊക്കെ ഇട്ടോണ്ടിരുന്ന വീഡിയോ പ്രേക്ഷകർ കാണണമെന്നില്ല. അപ്പൊ ഇനി ഇടുന്ന വീഡിയോസ് ഒക്കെ നല്ല കണ്ടന്റ് ആയിട്ട് ഇടാനാണ് പറയുന്നത്. അപ്പൊ അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് നിങ്ങളുടെ കൂടെ വരുന്നതായിരിക്കും. അതെ, നിങ്ങള് പിന്നെ പുതിയ ആൾക്കാരൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നമ്മുടെ മുന്നേ ഉള്ള വീഡിയോസ് സെർച്ച് ചെയ്ത് നോക്കുക, ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്തായാലും അത് കാണാൻ പറ്റുന്നുണ്ട്. ഇനി കാണാൻ പറ്റാത്തവര് നമ്മളുടെ കൂടെ കട്ടയ്ക്ക് മുമ്പോട്ടേക്ക് വരിക. നമ്മളെ കൊണ്ട് പറ്റുന്നത്ര വ്ളോഗായിട്ടും ട്രാവലിംഗ് ആയിട്ടും പിന്നെ എന്താണോ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. പിന്നെ ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റൂല. കാരണം എല്ലാവരും ഓരോ വഴിക്കാണുള്ളത്. ഒരാളെ കിട്ടുമ്പോൾ ഒരാളെ കിട്ടിയല്ല. പിന്നെ സ്കൂള്, ഡ്യൂട്ടി, പിന്നെ ജോലി പിന്നെ അവരവരുടെ വർക്ക് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പല വഴിക്ക് വരുമ്പോൾ അതിൻ്റെതായ പ്രയാസങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും പിന്നെ ട്രാവലിങ്ങിന് പകരം നമ്മൾ കുറച്ചും കൂടെ ട്രാവലിങ്ങും ഉണ്ടാവില്ല എന്നല്ല, പിന്നെ കുറച്ചും കൂടി അതിൻ്റെ അകത്ത് നമ്മുടെ ഡെയിലി വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ട് നമ്മൾ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരും. എന്തായാലും 2 ദിവസം വീഡിയോ ഇല്ലാത്തതിൽ നിങ്ങളോട് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. പിന്നെ നമ്മുടെ കൂടെ ഇനിയും നിങ്ങൾ പിന്നെ സപ്പോർട്ടായിട്ട് നിൽക്കണം. ആദ്യം ഞാൻ വിചാരിച്ചത് ഇത് പറഞ്ഞപ്പോ ഇത് ആരെങ്കിലും ഹാക്ക് ആക്കിയതാണോ, അല്ലെങ്കിൽ ഇനിയിപ്പോ ഇത് റെഡി ആയിട്ട് വന്നു കഴിഞ്ഞാലും സബ്സ്ക്രൈബേഴ്സ് ഇത്ര ഉണ്ടാവോ, വ്യൂവേഴ്സ് ഇത്ര ഉണ്ടാവോ, വാച്ച് ടൈം ഇത്ര ഉണ്ടാവോ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ. കാരണം ആകെ മൊത്തത്തിൽ എല്ലാം പോയ പോലെയാണ് 2 ദിവസം ഉണ്ടായിരുന്നത്. യൂട്യൂബൊക്കെ എടുക്കാൻ നോക്കി, പക്ഷെ ഒന്നും ആവുന്നില്ല. പിന്നെ നമ്മള് ഇങ്ങനെ എടുത്തിട്ട് എന്തെങ്കിലും അതിന്റെ പേരിലായിട്ടുണ്ടെങ്കിൽ അപ്പൊ എനിക്ക് കാണിച്ചിട്ട് തന്നെ നന്നാക്കുന്നതാണെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് പോയി അൽഹംദുലില്ലാ ആയി കിട്ടി. അതെ, നമ്മള് തമ്പുരാനോട് നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ കൂടെ നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആ ഫ്രണ്ടിനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റൂല കേട്ടോ. അവൻ ഒരുപാട് ശ്രമിച്ചു. കാരണം അത്രയും പിന്നെ ഒന്നടിക്കുമ്പോ ഒന്ന് ശരിയാവൂല, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റായിട്ട് കാണിക്കുന്നു, അങ്ങനെ ഇമെയിൽ കോഡ്, അങ്ങനെ പല ഇഷ്യൂസും വന്നോണ്ടേ ഇരിക്കും. അവൻ ലാസ്റ്റ് എന്നോട് ചോദിച്ച എന്താ ചെയ്യുക, ഇതിനെന്താ ഒരു പ്രോബ്ലം, നമുക്ക് പിന്നെ ഇതെങ്ങനെയാ നമുക്കൊന്ന് തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റുക എന്ന് പറഞ്ഞു. എനിക്ക് അവന്റെ ടൈം പിന്നെ ഇതാവുന്നുണ്ടല്ലോ എന്നുള്ള ഒരു മനസ്സിനൊരു വിഷമമുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കോളും കാര്യങ്ങളൊക്കെ അവനും വരുന്നുണ്ട്. കാരണം തിരക്കാണല്ലോ, നമുക്കറിയാലോ. ഒരു ഷോപ്പില് പിന്നെ 1-2 ഒന്നും അല്ല വരും, എല്ലാവരും ഒന്നിച്ചൊക്കെ വരുമ്പോൾ അവനും ബുദ്ധിമുട്ടാകും. പക്ഷെ എന്തായാലും എല്ലാ ബുദ്ധിമുട്ടും അവൻ തരണം ചെയ്ത് ഞങ്ങളുടെ കൂടെ തന്നെ നിന്നു. അതുകൊണ്ട് നമുക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും പഴയതുപോലെ വരാൻ പറ്റി. അപ്പോൾ നിങ്ങളിനി നമ്മുടെ കൂടെ തന്നെ സപ്പോർട്ടായിട്ട് മുമ്പോട്ടേക്ക് ഉണ്ടാകണം എന്ന് വിചാരിക്കുന്നു. നല്ല കണ്ടന്റോടെ ആയിരിക്കും
അതെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. വ്യൂവേഴ്സ് കൂടി തരണം, എന്നാലേ നമുക്ക് നമ്മുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാം. കാരണം മഴയുടെ പ്രശ്നങ്ങളും ഉണ്ട്, പുറത്തോട്ട് ഇറങ്ങിയിട്ട് വീഡിയോ ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, അറിയാലോ. അപ്പം കാലാവസ്ഥയൊക്കെ അനുകൂലമായിട്ട് വരുമ്പോൾ നമ്മൾ നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഷോർട്സ് കാണുന്ന പോലെ തന്നെ നമ്മുടെ കുഞ്ഞു വീഡിയോയും വ്ളോഗും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇനി മുതൽ നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്നുള്ള ഉറപ്പോടുകൂടി ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു പറഞ്ഞ സിറ്റുവേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതെ, സിറ്റുവേഷൻ നിങ്ങൾ എല്ലാരും മനസ്സിലാക്കുമെന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ. അപ്പൊ ടാറ്റാ.